नमस्कार दोस्तों, आज के हिंदी कक्षा में आप सबका हार्दिक स्वागत। सब कैसे हैं? ठीक है ना जी? കബീറിൻ്റെ ദോഹയൊക്കെ പഠിച്ചോ? മനസ്സിലാക്കിയോ? 2 ദോഹ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചറുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത്। जी ज़रूर। पहले दोहे में हम प्रेम की महत्ता के बारे में, प्यार के बारे में, अच्छी तरह व्यवहार करने के बारे में, दूसरे से सहानुभूतिपूर्वक व्यवहार करने के बारे में, ममता रखने वाले की आवश्यकता के बारे में हम समझा है ना जी। മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നതും കരുണയോടുകൂടി സഹാനുഭൂതിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയൊക്കെ പെരുമാറുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? दूसरे दोहे में हमने क्या पढ़ा था जी? हमें झूठी प्रशंसा करने वालों से दूर रहना है, नहीं तो प्रशंसा करने वालों से सावधान रहना है। आप हमारे कमियां दिखाने वाले को, नहीं तो हमारी बुराई के बारे में कहने वालों को हमें पास ही रखना है। हमारे निंदे करने वालों के हमें निकट ही रखना है, क्योंकि हमें अपने बुराई समझकर, नहीं तो हमारे कमियां पहचान कर हमें सुधारने की मौका मिलते हैं, है ना? നമുക്ക് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റി നന്നാവാനുള്ളൊരു അവസരം നമുക്ക് लूड़ा किटुनु നമ്മൾ പറഞ്ഞു ഇല്ലേ? जी ज़रूर। हम अगली दोहे की ओर चले जी। ज़रा देखिए अगली दोहा। देख करी कलियां करे पुकार, भूली भूली चुन गई काली हमारी बात। माली आवत देख करी कलियां करे पुकार, फूली फूली चुनी गई काली हमारी बार। काली हमारी बार നമ്മൾ പഠിച്ചല്ലോ അല്ലേ? മനസ്സിലാക്കിയോ? അതെ, പഠിച്ചിട്ടുണ്ടായിരുന്നോ മുമ്പ് ഈ ദോഹ? എങ്ങനെ എന്താണ്? മാലി ആവത് ദേഖ്. മാലി മാനെ നമ്മൾ പൂന്തോട്ടം സംരക്ഷണ ഉദ്യാന പാലകൻ എന്നൊക്കെ പറയുന്ന പോലെ, അതെ, പൂന്തോട്ടം സംരക്ഷിക്കുന്ന ആളാണ് മാലി. മാലി ആവത് ദേഖർ കലിയാം കരയി പുക്കാർ. माली को आते देखकर कलियां आपस में बातें करने लगते हैं। माली पहले क्या तोड़ेंगे? फूल ही तोड़ेंगे അല്ലേ? പൂവല്ലേ പറിക്കുള്ളൂ. ഒരു തോട്ടത്തിൽ വന്നാൽ എന്തായാലും നമ്മൾ ആദ്യം പൂക്കളാണ് പറിക്കുക, പൂമൊട്ടുകളല്ല. കലിയും എന്ന് പറഞ്ഞാൽ പൂമൊട്ടാണ്. माली पहले फूल ही तोड़ेंगे, फिर क्या होगा? कली ने क्या कहा जी? कलियां आपस में बताते हैं कि, नहीं तो कलियां आपस में किस बारे में चर्चा करते हैं? जी ज़रूर, कल हमारी बारी भी आएगा. മനസ്സിലായോ? അപ്പോൾ നോക്കിയോളൂ, ഒരു പൂമൊട്ട് നമുക്കറിയാലോ, ഒരു പൂമൊട്ട് ചെറുതായി ഒരു മുട്ട് വന്നു, നാളെയോ മറ്റന്നാളോ 2 ദിവസത്തിനുള്ളിൽ അത് പൂവാവില്ലേ? അപ്പോൾ തോട്ടക്കാരൻ വന്ന് ഇന്ന് പൂ പറിച്ചു ഇല്ലേ? അപ്പോൾ പൂമൊട്ടുകൾ പറയുകയാണെന്നാണ്, അപ്പോൾ ഇന്നൊക്കെ ഈ പൂവാ പറിച്ചത്, പക്ഷേ നാളെ നമ്മളെയും അദ്ദേഹം പറിച്ചുകൊണ്ട് പോവും ഇല്ലേ? വിടർന്ന് വിലച്ചങ്ങ് നിന്ന് കഴിഞ്ഞാൽ ആ പൂവും പറിച്ചുകൊണ്ട് പോകത്തില്ലേ? അപ്പോൾ എന്താ പറയുക? ഭൂലി ഭൂലി ചുനുകൈ. ഓരോ പൂക്കളായിട്ട് സെലക്ട് ചെയ്ത് പറിക്കുകയാണ് ഞങ്ങളെ വിട്ടിട്ട്. കലിയോं को छोड़कर सिर्फ फूल ही तोड़ते हैं. പൂക്കളെ മാത്രമേ പറിക്കുന്നുള്ളൂ. लेकिन कल कल हमारी बारी भी आएगा. നാളെ ഞങ്ങൾ വിടർന്ന് നിൽക്കുമ്പോൾ इससे आप क्या समझ लिया? എന്ത് മനസ്സിലായി? ജി ജരൂ. മലയാളത്തിൽ നമുക്കൊരു നല്ല ചൊല്ലുണ്ട് അല്ലേ? ഇന്ന് ഞാൻ നാളെ നീ. ഇല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? പഴുത്ത പ്ലാവിൽ താഴെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കുമെന്ന്. അത് നമ്മളെ കളിയാക്കണം. കാരണം നമുക്ക് ഇപ്പം നമ്മുടെ ഈ വൃദ്ധസദനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ? നമ്മളെന്നും ഇങ്ങനെ ചെറുപ്പമായിട്ട് ആരോഗ്യമായിട്ടിരിക്കുമോ? നമുക്കും നാളെ പ്രായമാവും, മറ്റുള്ളവരുടെ സഹായം ചിലപ്പോൾ ആവശ്യമായിട്ട് വരും, അസുഖം ബാധിക്കാം. അപ്പം എന്നും ഒന്നും നിലനിൽക്കുന്നതല്ല. ജീവൻ നശ്വർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് ജീവിതം. അതിപ്പോൾ എന്തായാലും, പുല്ല് ആയാലും പൂവായാലും മരങ്ങളായാലും വൻവൃക്ഷമായാലും മനുഷ്യരായാലും എല്ലാ ജന്തുജീവജാലങ്ങളെയും ജീവൻ നശ്വർ. അതൊരു പ്രപഞ്ച സത്യമാണെന്ന് നമ്മൾ പറയും ഇല്ലേ? ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ എന്ത് ആയാലും, ഇപ്പോൾ പൂവുകൾ വന്നു, കായ് മൂത്തു പഴുത്തു പാകമായി നിന്നു, പക്ഷെ ആരും പൊട്ടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കായ്
പഴുത്തൊരു പ്രാവശ്യം തറയിൽ വന്ന് വീഴും. ഒന്നുകിൽ പക്ഷികളോ ഏതെങ്കിലും ജീവിവർഗ്ഗങ്ങളോ മനുഷ്യരുൾപ്പെടെയുള്ള ഭക്ഷിക്കും, ഇല്ലെങ്കിൽ മണ്ണിൽ വീണ് അടിഞ്ഞു പോകൂ അല്ലേ. इसलिए हमेशा कहता जाता है कि जीवन नश्वर है ना. इसमें कबीरदास क्या बता रहे हैं? माली को आते देखकर कलिया कहती है कि आज वह फूल तोड़ेंगे, फिर कल हमारी बारी आएगी, क्योंकि कल हम भी खिलकर फूल हो जाऊंगा, है ना. आज हम जवान हैं, लेकिन कल हम बूढ़े बन जाएंगे और एक दिन हमें मिट्टी में मिलना ही होगा. മനസ്സിലായോ? ജീവൻ നശ്വർ ഹേ. അപ്പം ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്? ഹമേ അഹങ്കാർ ചോഡ്നാ ചാഹിയേ. ഇന്നത്തെ കണ്ട് മതി മറക്കരുത്, അല്ലെങ്കിൽ അഹങ്കരിക്കരുത്, അല്ലെങ്കിൽ दूसरों का पतन, दूसरों का नाश देखकर हमें नहीं हंसना है, क्योंकि एक न एक दिन हम भी मिट्टी में मिल जाएगा. आपके समझ में आ गए इस दोहे का भावार्थ? माली आते देखकर कलिया क्या कहते हैं? आज वह फूल तोड़ेंगे और कल हमारी बारी है. കലിയ വളരെ പരിപക്വ വ്യവഹാരം എന്ന് പറയും, വളരെ മെച്ചോർഡായിട്ട്, വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടാണ് പറയുന്നത്. അപ്പം കലി जीवन की सच्चाई जानकर, അല്ലെങ്കിൽ दुनिया की सच्चाई समझकर जीते हैं, है ना. യഥാർത്ഥം മനസ്സിലായി. കാരണം നാളെ നമുക്കും ഒരു നാശം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളും ജീവൻ അവസാനിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ളൊരു സത്യം. इस दोहे का भावार्थ क्या है? जीवन नश्वर है. जी हाँ दोस्तों, आपके समझ में आ गए? അപ്പം ഇത്രയും വലിയൊരു തത്വമാണ് ആ ഒരു സിമ്പിൾ 2 വരികളിലൂടെ കബീർദാസ് പറഞ്ഞു എന്ന് നോക്കിയേ. ഒരു പൂവിനെയും പൂമൊട്ടിനെയും അല്ലെങ്കിൽ ഒരു തോട്ടക്കാരനിലും കൂടെ ജീവിതത്തിൻ്റെ മഹത്വൊരു സത്യമാണ് സിമ്പിളായിട്ട് കബീർദാസ് പറയുന്നത്. इसलिए कबीरदास की दोहे इतना महत्वपूर्ण मानते हैं. മനസ്സിലായോ? അതുകൊണ്ടാണ് കബീർദാസിൻ്റെ ദോഹയ്ക്ക് ഇത്രയും മഹത്വം. इसलिए കബീർദാസ് ऐसे महान बना. ഇങ്ങനെ മഹാനായ വളരെ കുഞ്ഞു വാക്കുകളുടെ കാരണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ, സാധാരണക്കാരൻ്റെ ഭാഷയിൽ കബീർദാസ് പറഞ്ഞു തരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇനി നെക്സ്റ്റ് ദോഹയിൽ, അടുത്ത ദോഹയിലോട്ട് നമുക്ക് പോവാം. മനസ്സിലായോ? ജി ജരാ ദേഖിയേ അഗല ദോഹ. जाति न पूछो साधु की, पूछ लीजिए ज्ञान, मोल करो तलवार का, पढ़ा रहन दो म्यान. जाति न पूछो साधु की, पूछ लीजिए ज्ञान, मोल करो तलवार का, पढ़ा रहन दो म्यान. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണമല്ലോ. ജാതി ന പൂച്ചോ സാധു की, സാധു മാനെ സജ്ജൻ, पूछ लीजिए ज्ञान, ज्ञान माने അറിവ്, और मोल करो तलवार का, मोल माने मूल्य, തൽവാർ അറിയാം, വാൾ വെപ്പണാണെന്നറിയാം. പടാ രഹൻ ദോ മ്യാൻ, മ്യാൻ മാനെ വാളുറ. നമ്മൾ പറയും ഒരു കത്തി, നല്ലൊരു കത്തി, കത്തിയുടെ ഉറയ്ക്കകത്താണ് കത്തിയുടെ ഉറ, അതിച്ചിരി ചീത്തയൊക്കെ പോയി, പക്ഷേ കത്തി നല്ലതാണ്, നമുക്ക് ആ ഉറയുടെ വലിയ കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ പറയുന്ന പോലെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിൽ ഒരു നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ടേസ്റ്റ് ഇല്ലാത്തൊരു ഡ്രിങ്ക്സും നല്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ഏറ്റവും നല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറുള്ള ഒരു ഡ്രിങ്ക്സും കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? ആ ഗ്ലാസിൻ്റെ ഭംഗിയല്ല, നമ്മൾ അതിനുള്ള ടേസ്റ്റല്ലേ നമ്മൾ നോക്കുക. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് നമ്മുടെ ഫുഡ് തന്നെ ഇപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരാൻ നല്ല വീട്ടിൽ നല്ല പാത്രങ്ങളൊക്കെ വെച്ചേക്കും. നമുക്ക് അമ്മ ടേസ്റ്റോടെ ഉണ്ടാക്കുന്ന ഫുഡ് എന്ത് ചെയ്യും? നമുക്ക് സാധാ പാത്രത്തിൽ വിളമ്പി തരും, നമ്മളങ്ങ് കഴിക്കും. ആ പാത്രത്തിൽ കഴിച്ചാലേ ടേസ്റ്റ് വരുള്ളൂന്നൊന്നും ഇല്ലല്ലോ, ഫുഡിനാണ് ക്വാളിറ്റി. അതുപോലെ സാധുമാനെ സജ്ജൻ, सज्जनों के मान्यता नहीं तो सज्जनों की योग्यता, सज्जनों की महत्व किस पर आधारित है? उनके ज्ञान पर, उनके सचरित्र पर, उनके व्यवहार पर, उनके जाति, धर्म, कुल, उसकी परवाह न करना चाहिए. അതെ, അവർ ഏത് കുലത്തിൽ ജനിച്ചു, ഏത് ജാതിയിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ അവർക്ക് കാശുണ്ടോ പണമുണ്ടോ പത്രാസുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല.
നല്ല വ്യക്തിയാണോ, നല്ല ചിന്തയാണോ, നല്ല മൂല്യങ്ങളുണ്ടോ, ഇതൊക്കെയാണ് അവർ മഹത്വത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരൊക്കെ പറയുമ്പോൾ ഒരു റോസാ ചെടിയുണ്ട്, അതിൽ തന്നെ മുള്ളുകൊണ്ട് പൂവുണ്ടെന്ന് പറയും. അതായത് ഏക് ഹി വ്യക്തിമേ ഗുൺ ഓർ ദോഷ് ദോനോ ഹേ എന്ന് പറയും. നമ്മൾ അതിന് എക്സാമ്പിൾ ആകുമ്പോൾ അങ്ങനെ പറഞ്ഞു തരും. പിന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി പൂവ് എടുത്തില്ല എങ്കിൽ മുള്ളുകൊണ്ട് മുറിയും. പിന്നെ റോസാ ചെടിയിൽ മുള്ളുള്ളത് കൊണ്ട് ആർക്ക് റോസാ ചെടി ഇഷ്ടമല്ലാണ്ടിരിക്കില്ല, ആ പൂവിനാണ് പ്രാധാന്യം. അപ്പോൾ ആ ഫാമിലിയിലല്ല, ആ പൂവിനാണ് മഹത്വം. നമ്മുടെ താമരയും ആമ്പൽപ്പൂവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതെപ്പോഴാണ് പറഞ്ഞാലാണ് ചളിക്കുണ്ടില അല്ലേ, ജലാശയത്തിൻ്റെ അടിയിലെ ചെളിക്കുണ്ടിലാണ്. നല്ല 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 മണൽപ്പരപ്പിൽ നല്ല ഭംഗിയുള്ള പ്രതലത്തിലൊന്നും അല്ല ഉള്ളത്, ചളി നല്ല ചെളിയിലാണ് ആ താമരയും ആമ്പലും വിടരണേ. എന്ന് വെച്ചാൽ താമരയും ആമ്പലും ആർക്കും ഇഷ്ടമില്ലാണ്ടുണ്ടോ? ആ പൂക്കൾക്കാണ് മഹത്വം. ये व्यक्ति की ही प्रधानता है, व्यक्ति की महत्ता है, उनके कुल जाति या धर्म की कोई महत्व नहीं है എന്നാ പറയുന്നത് കബീർദാസ്. कबीरदास इसमें क्या कह रहे हैं? कबीरदास इसमें जी व्यक्ति का ज्ञान पर, व्यक्ति की अच्छाई पर, व्यक्ति के सच्चरित्र पर हमें ध्यान रखना है, हमें ध्यान देना है. क्योंकि किसी भी आदमी को हम पसंद करते हैं या अच्छा कहते हैं, किसके आधारित पर करना चाहिए? जी उनके चरित्र के आधार पर, उनके व्यवहार के आधार पर, उनके ज्ञान के आधार पर. ഒരാൾ നമ്മളോട് നല്ലോണം പെരുമാറുന്നു, അപ്പോൾ അയാളുടെ ജാതി മതോ ധർമ്മമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ കൂട്ടുകാർ അവരോട് നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറണം, അല്ലെങ്കിൽ അവന് നല്ല കഴിവുണ്ട് കേട്ടോ ഇന്ന കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അവരുടെ ഒന്നും വേറെ ബാക്ക്ഗ്രൗണ്ടൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ എഫിഷ്യൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുക. നമ്മളാ പഠിപ്പിക്കാൻ ഇപ്പോൾ ഏത് തരത്തിലുള്ള അധ്യാപനമായാലും, ഇപ്പോൾ സ്കൂളിലായാലും ചിത്രകലയായാലും നൃത്തമായാലും സംഗീതമായാലും എന്തായാലും ആ ഫീൽഡിൽ അവർക്ക് നല്ല കഴിവുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ ഒരു കുഞ്ഞു കുടിലായിരിക്കും അവർ താമസിക്കുക, എന്ന് വെച്ച് അവർക്ക് മൂല്യം കുറയുന്നില്ല. जी हाँ दोस्तों, कबीरदास इसमें महान की मूल्य उनके ज्ञान के आधारित हम निर्धारित करते हैं, उनके व्यवहार के आधार पर हम उनका सम्मान करते हैं, है ना? जी हाँ ज़रूर. आप ये एक എന്താണ് സിമ്പിൾ ദോഹയാണ് അല്ലേ, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ദോഹയാണ്. हमें मनुष्य के जाति कुल या वर्ण के बारे में बेखबर रहना है, नहीं तो इनके बारे में सोचना बेकार है. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അതൊക്കെ അനാവശ്യമാണെന്നാണ് कबीरदास इस दोहे से हमें बताने की कोशिश करते हैं. एक दूसरे से व्यवहार से हमें उन्हें उनका महत्व पहचानना है, उनके कुल जाति वर्ण या धर्म के आधारित पर नहीं, है ना दोस्तों? हम अगले दोहा की ओर चलें. जी ज़रूर. दोहा देखिए. प्रेम न खेती नी पजी, प्रेम न हाटी बिकाय, राजा प्रजा जिस रुझे, सिर दे सो ले जाए. प्रेम न खेती उपजे, प्रेम न हाटी बिकाय, राजा प्रजा जिसे रुझे, सिर सो ले जाए, सिर सो ले जाए. എന്താണ് ഇതിൽ പറയുന്നത് മനസ്സിലായോ? कबीरदास कहते हैं कि प्रेम न उद्यान में नहीं तो खेत में उगते हैं, प्रेम खेत में या उद्यान में नहीं पनपते, प्रेम उद्यान या खेत में नहीं उगते हैं और नहीं बाजार में उसकी बिकाऊ होती है. നമുക്കിപ്പം ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ പോയി കടയിൽ പോയി വാങ്ങാൻ കിട്ടുമോ? എന്നാൽ കുറച്ച് സ്നേഹം തരൂ, കുറച്ച് അരിയോ പഞ്ചസാരയോ ഒക്കെ തരുന്ന പോലെ സ്നേഹം കിട്ടുമോ? प्रेम न खेत में न उद्यान में उगते हैं और न बाजार में बिकते हैं. राजा प्रजा कोई भी हो वो कैसे प्रेम पा सकते हैं? उनके सिर झुककर, उनका क्रोध या लालच, काम या बुरे व्यवहार को छोड़कर सच्चे दिल से, तहे दिल से दूसरों से व्यवहार करें तो वही प्रेम पा सकते हैं. कबीरदास कहते हैं कि जिनको प्रेम चाहिए, जिनको प्यार चाहिए, वो उन्हें क्या करना है? अपने मन के बुरे व्यवहारों को छोड़ना चाहिए, नहीं तो सादगी अपनाना चाहिए. सिर झुकाकर सादगी से दूसरे से अच्छी तरह से व्यवहार करने से हमें प्रेम या प्यार मिलते हैं या पा सकते हैं हम, है ना? അപ്പോൾ നമ്മളെന്താ പറയുക, മാർക്കറ്റിൽ ബാസാർ में नहीं बिकता,
മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതല്ല, നമുക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം അല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ. പിന്നെയോ നമുക്ക് ചെടികളൊക്കെ നട്ട് നനച്ച് വളർത്തുന്ന പോലെ ഏതെങ്കിലും ഒരു തോട്ടത്തിലോ വയലിലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പം രാജാ ഹോയ പ്രജ, എത്ര ഉയർന്നവനാണേലും അത്ര അവിടെ വലിപ്പച്ചെറുപ്പവും ഇല്ല. നേരത്തെ എപ്പോഴും കബീർദാസ് പറയുകയാണ് എന്താണ്, പ്രേം കെ സാമനെ പ്യാർ കാ സാമനെ കോയി ഭി ബഡാ യാ ഛോട്ടാ നഹി ഹെ, ആരുമില്ല. ഹം കഹത്തെ ഹെ എന്താണ്, ഈശ്വർ കെ സാമനെ സഭി സമാൻ ഹെ, ഈശ്വരൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട് ഇല്ലേ. രാജാ ഹോയ പ്രജ, അതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വലിയ പണ്ഡിതനായാലും പാമരനായാലും ധനികനായാലും ദരിദ്രനായാലും ഈശ്വർ കെ സാമനെ सभी समान है. इसी प्रकार जिनको प्रेम चाहिए, प्यार चाहिए, लेकिन दूसरों की सहानुभूति चाहिए, उन्हें सच्चे दिल से अहम की भावना या क्रोध, काम, लालच ऐसे बुरे व्यवहार को त्याग कर छोड़कर अच्छा मानव बनना चाहिए. നല്ല മനുഷ്യനായി തീരൂ. ऐसे ही हमें दूसरों से प्रेम प्यार पा सकते हैं. ऐसे ही हम पा सकते हैं. ഹമേ മിൽത്തേ ഹേ, അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ദോഹയിലൂടെ കബീർദാസ് എന്താ പറയുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജി ജരൂർ ഹമേ അച്ഛാ മാനവ് ബൻകർ रहना चाहिए, हमारे मन से बुरे व्यवहार को छोड़कर नहीं तो उन्हें त्याग करना चाहिए. അപ്പോൾ എന്താ, दूसरों से अच्छी तरह व्यवहार करना चाहिए, हमें सादगी से सचरित्र से ईमान से जीना चाहिए. ഈ വളരെ സത്യസന്ധമായി വളരെ എളിമയോടുകൂടി നല്ല മനസ്സോടുകൂടി ജീവിക്കുക. ऐसे ही हमें प्रेम और प्यार मिलते हैं. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറില്ലേ, നമ്മൾ ആരെങ്കിലും കണ്ട് ചിരിക്കുമ്പോഴല്ലേ നമുക്ക് ചിരി തിരിച്ച് കിട്ടുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹമേം ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, दूसरों से ही भी हमें प्यार करना चाहिए, दूसरों से भी हमें अच्छी तरह व्यवहार करने चाहिए. उनके कुल गुण धन दौलत या ഷാൻ ഷൗക്കത്ത് എന്നൊക്കെ പറയും. നമ്മൾ ആ ഒരു എന്താ പറയുക, പണവും പത്രാസും ഒക്കെ കണ്ടിട്ടല്ല നമ്മൾ സ്നേഹിക്കുക. നല്ല വ്യക്തിയായിരിക്കുക, നല്ല മനസ്സിനുടമയായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്നേഹം കിട്ടുകയുള്ളൂ എന്നാണ് കബീർദാസ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കബീർദാസ് इसमें प्रेम की महत्ता के बारे में बताती है, नहीं तो हमें अच्छी तरह व्यवहार करने की आवश्यकता के बारे में जोर देते हैं. അടുത്ത ദോഹയിലോട്ട് പോവാം. जी देखिए. कबीरा कठा बाजार में मांगे सबकी खैर, ना काहू से दोस्ती ना काहू से बैर. कबीरा खड़ा बाजार में मांगे सबकी खैर, कबीरा खड़ा बाजार में मांगे सबकी खैर, न काहू से दोस्ती न काहू से बैर. कबीरा खड़ा बाजार में मांगे सबकी खैर, न काहू से दोस्ती न काहू से बैर. മനസ്സിലായോ? കബീര ഖടാ ബാസാർ മേ. കബീർദാസ് എപ്പോഴും സ്വയമാണ് പറയുന്നത് കേട്ടോ. കബീർദാസ് എപ്പോഴും കബീർദാസിൻ്റെ കാര്യമായിട്ടാണ് പറയണത്. ഞാൻ നല്ലോണം പെരുമാറണം, നല്ലോണം ജീവിച്ചാൽ എനിക്കിത് കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതിലൂടെ നമ്മളെ ഒരു റോൾ മോഡൽ പോലെ നമ്മൾ അങ്ങനെ അല്ല, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്താ, മൈ ലൈഫ് ഈസ് മൈ ഫിലോസഫി, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞിട്ടില്ലേ. അതായത് ഇപ്പം നിങ്ങളോട് പറയൂ, നിങ്ങളൊരു കുഞ്ഞിനോട് പറയൂ അവിടെയൊക്കെ വൃത്തിയാക്കി ഇടണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായിടും ഒന്ന് ചവറാക്കിയിട്ടാൽ എന്ത് ചെയ്യും? മറ്റേത് ക്ലീനാക്കി നമ്മൾ വെച്ചിട്ട് കണ്ടിട്ട് ആരെങ്കിലും ചവറിടുമ്പോൾ കണ്ടില്ലേ ഞാൻ ക്ലീൻ ആക്കിയല്ലേ വെക്കുക, അവിടെ ഇനി ചപ്പ് ചവറുകൾ ഇടല്ലേ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ ഒരു മോഡലായിട്ട് അദ്ദേഹം എന്താണോ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ച ആളാണെന്നാണ് പറയുന്നത് കബീർദാസ്. അപ്പോൾ കബീര ഖടാ ബാजार में, कबीरदास बाजार में खड़े रहते हैं. फिर ओके उन्हें क्या चाहिए? सबसे भलाई चाहिए. खैर माने भलाई, നന്മയാണ് ആഗ്രഹിക്കുന്നത്. कबीरदास को दूसरों से भलाई चाहिए, दूसरों की भलाई चाहते हैं वो, सबकी भलाई. ലോകം മുഴുവൻ നന്മ, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ നമ്മുടെ ആ ഒരു തത്വം നമ്മുടെ ഭാരതീയ തത്വമായിട്ട് പറയുന്നതാണ്. പിന്നെയോ ന കാഹുസെ ദോസ്തി ന കാഹുസെ ബൈർ. ദോസ്തി മാനെ അറിയാലോ, ഫ്രണ്ട്ഷിപ്പ്, മിത്രത. और ബൈർ മാനെ ശത്രുത. കാഹു മാനെ കിസിസെ, എനിക്ക് ആരോടും ശത്രുതയില്ല. ഇനിയോ കിസിസെ ദോസ്തി മിലേ നഹി അല്ലെങ്കിൽ മിൽത്തി നഹി, എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല. उसके भी परवाह नहीं है, इसकी भी कोई चिंता नहीं है. अगर दूसरों से दोस्ती भी न मिले तो
मुझे कोई परवाह नहीं है, मैं कुछ कोई चिंता नहीं है। फिर क्या नहीं चाहिए, बैर भी नहीं मिलना चाहिए, मित्रത കിട്ടിയില്ലേലും വേണ്ടിയില്ല, ശത്രുതയും കിട്ടരുത്। कबीरदास सिर्फ सबको समान रूप से देना चाहिए, कोई भी शत्रु नहीं है, कोई भी मित्र नहीं है, सभी एक समान है। नहीं तो അപ്പോൾ എല്ലാവരും ഒരുപോലെ എന്ന് ഉദ്ദേശിച്ചതാണ് സമഭാവന. അവിടെ തന്നെ സമഭാവന എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയൊക്കെ ഉണ്ട് അവിടെ, ഇല്ലേ? നമ്മൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ മാത്രം നന്നായ പോരെന്നല്ല, നമ്മുടെ ലോകം മുഴുവനാണ്. എൻ്റെ രാജ്യം മാത്രമെന്നല്ല, എൻ്റെ നാട് മാത്രമെന്നല്ല, ലോകം മുഴുവൻ നന്നാവണം എന്നാ, ഇല്ലേ? അപ്പം ഏക് ദൂസരേക്ക് ദോസ്തി നഹി തോ ദുശ്മനി ഭീ നഹി, ദോസ്തി നഹി തോ ദുശ്മനി ഭീ നഹി. സ്നേഹം ഇല്ലെങ്കിൽ വേണ്ടില്ല, ശത്രുതയും വേണ്ട. സബ്കി ഭലായി ഭീ വോ ചാഹത്തെ ഹെ, എല്ലാവരുടെയും സമാധാനം, എല്ലാവരുടെയും നന്മ. അപ്പം തന്നെ നമുക്കൊരു സമാധാനം ആയില്ലേ? ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ആരോടും ശത്രുതയില്ല, അപ്പം പിന്നെ എല്ലാവരും മിത്രങ്ങളല്ലേ? ഇനി നിങ്ങൾക്ക് ആരോടും വളരെ ഭയങ്കര തിക് ഫ്രണ്ട്സ്, വല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയും ഇല്ല. പക്ഷേ മിക്കവരും ഉണ്ടല്ലോ അങ്ങനെ, എല്ലാവരും കൂടെ ക്ലാസ്സിലോട് എല്ലാവരോടും ഒരുപോലെ പെരുമാറും, എല്ലാവരോടും അങ്ങനെ സമഭാവന. അത് കൂട്ടുകാർക്ക് ഉണ്ടാക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണില്ലേ? ഇപ്പം നാട്ടിലായാലും ഇപ്പം ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കാണില്ല, പക്ഷെ എല്ലാവരും വേണ്ടപ്പെട്ടവരായിരിക്കും, ആരോട് ശത്രുതയില്ല, ആരോട് വിരോധമില്ല. മനസ്സിലാവുന്നുണ്ടോ? प्रस्तुत दोहे में कबीरदास समभावना की आवश्यकता के बारे में बताते हैं, दूसरों के साथ अच्छी व्यवहार करने की आवश्यकता के बारे में बताते हैं. तो कोई भेदभाव नहीं होना चाहिए एक दूसरे में, आपस में. ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നമുക്കറിയാം, ഇപ്പം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടി, അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ കൂടി, മറ്റുള്ളവരോട് ഈ പറയുന്ന ഭേദഭാവം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ പറയുക? പഠിക്കുന്നവൻ പഠിക്കാത്തവൻ, പണം ഉള്ളവൻ ഇല്ലാത്തവൻ, അല്ലെങ്കിൽ ഉയർന്ന ജാതി താഴ്ന്ന ജാതി, ഇന്ന മതം, അങ്ങനെ ഒരുപാട് വേർതിരിവുകൾ നമ്മൾ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അല്ലാതെ പുരാണ ഇതിഹാസങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ ഭേദഭാവങ്ങളുണ്ട്. ബിനാ കിസി ഭേദഭാവ് സേ ഹമേ ആപസ് മേ മിൽക്കർ രഹനാ ചാഹിയേ. അപ്പോൾ ഈ പറയുന്ന ഏക് ദൂസരെ സെ സമഭാവന അല്ലെങ്കിൽ ഏക് ദൂസരെ की एकता के बारे में कबीरदास इसमें बताते हैं. अच्छा दोस्तों, आप सब समझ लिया? मेरा विचार है कि आप इन सब दोहों के भावार्थ समझ चुके हैं, नहीं तो आपके समझ में आ गए हैं जी. एक बार फिर देखिए कबीरदास कौन है, आप सब जानते हैं. फिर कबीरदास के विशेषता के बारे में हमने जान लिया. कबीरदास कौन थे? संत थे, समाज सुधारक थे, एक ईश्वरवादी थे. फिर समाज के अंधविश्वास और अत्याचारों के विरुद्ध आवाज़ उठाने वाले थे, है ना? कबीरदास समाज में एकता समभावना रखने पर जोर देने वाले थे, ഇല്ലേ? എപ്പോഴും ഏകത, ഐക്യം. നമ്മൾ കണ്ട ദോഹയിലൂടെ മുഴുവൻ അതല്ലേ പഠിച്ചേ? ഭേദഭാവന വേ നഹീ ജാതേ ഥേ, ഇല്ലേ? ഭേദഭാവങ്ങളൊന്നും പാടില്ല എന്നല്ലേ പറഞ്ഞേ? പഹലെ ദോഹേ മേ പോഥി പഠി പഠി ജഗ്മുവ, അതിലെന്താ പഠിച്ചേ പറഞ്ഞേ? പ്രേം की महत्ता के बारे में. कोई बड़े पुस्तक पढ़कर किसी भी आदमी पंडित नहीं हुआ था, किसी भी आदमी पंडित नहीं बने, सिर्फ प्रेम का महत्व जानने वाला ही पंडित बन गया था, ഇല്ലേ? പണ്ഡിതനായത് സ്നേഹത്തിൻ്റെ അർത്ഥം അല്ല സ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയവരായിരുന്നു എന്ന് പഠിച്ചു. പിന്നെ निंदक निकट रखने की आवश्यकता के बारे में कबीरदास बताया, क्योंकि झूठी प्रशंसा हमें नीचे चलने की ओर प्रेरणा देते हैं, അല്ലെങ്കിൽ हमारी गति नीचे की ओर चली जाती है. നമ്മളെപ്പോഴും ഈ പ്രശംസ കേട്ടിട്ട് എപ്പോഴും നമ്മൾ പറയില്ല, ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെയൊക്കെ കളി പറയുമ്പോൾ പറയില്ലേ, ഒരു കളി അങ്ങ് ജയിച്ചു കഴിഞ്ഞു, പിന്നെ ഓവർ കോൺഫിഡൻസ് കൂടിപ്പോയി എന്ന് പറയില്ലേ? അപ്പോൾ ഓവർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൂടിയാലും നമുക്ക് അപകടമാവും. इसलिए हमें हमेशा सोच समझकर ही बर्ताव करना चाहिए. इसलिए हमें झूठी प्रशंसा से सावधान रहना है. सावधान रहकर हमें सुधारने की आवश्यकता समझकर, नहीं तो हमेशा हमें ये चिंता रहना चाहिए, हमेशा ये चिंता होना चाहिए कि हमें और सुधारना है, हमें और सुधारना है. നമുക്ക് ഇനിയും നന്നാവണം. हमें कमियां हैं, हमें कमियां निहित है, उसे सुधारने की मौका मिले या न मिले, लेकिन हमें हमेशा इसकी प्रयत्न करना चाहिए. നമുക്ക് എപ്പോഴും അതിനു വേണ്ടി പ്രയത്നിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെയോ മാലി आवत देखकर പറഞ്ഞു, कलियाम करे पुकार. हमेशा हमें जीवन की नश्वरता के बारे में सोचना चाहिए. आज ना कल
आज नहीं तो कल हमें इस दुनिया से चले जाना चाहिए। ज़िंदगी नश्वर है, जीवन नश्वर है, इसलिए आज हमें सुख मिले तो हमें कल ദുഃഖ भी मिलेगा. മനസ്സിലായി? ജീവൻ്റെ നശ്വരതയെക്കുറിച്ച് പറഞ്ഞു. പിന്നെയോ ജാതീനെ പൂച്ചോ സാധുക്കി പറഞ്ഞു അല്ലേ? सज्जन की संत की ज्ञान के बारे में, उनके महत्व के बारे में, उनके व्यवहार के बारे में हमें सोचना चाहिए. उनके कुल जाति वर्ण के बारे में हमें बेखबर रहना है, नहीं तो उन सब के बारे में हम सोचना बेकार है. सिर्फ उनके ज्ञान के बारे में मात्र सोचना है. किसी भी व्यक्ति की महत्व उनकी ज्ञान पर आधारित है. വ്യക്തിയുടെ മഹത്വം അവൻ്റെ അറിവിലാണ് ഇരിക്കുന്നത്. इसलिए हमें उसे ज्ञान के बारे में सोचना है, उनके बारे में विचार करना चाहिए. फिर हमें प्रेम की महत्व के बारे में कबीरदास ने बताया. प्रेम न बाटी उपजे, प्रेम नहीं न ही खेत में या उद्यान में उगते हैं, न बाजार में बिकते हैं. राजा हो या प्रजा, किसी भी हो, उच्च हो या नीच, उच्च कुल को है या नीच कुल के, अमीर हो या गरीब, सबको अपने मन के बुरे व्यवहार को दूर करके ही प्रेम मिलते हैं, नहीं तो वही प्रेम पा सकते हैं, है ना. सब हमें प्रेम के सामने कोई बड़ा या बुरा, कोई बड़ा या छोटा नहीं है. कबीरदास ने बताया है कि कबीरदास को क्या चाहिए? सबकी भलाई ही चाहिए. किसी से दोस्ती नहीं तो किसी भी दुश्मनी भी नहीं है. हमें समभावना से एक दूसरे से रहने की मौका मिलना ही चाहिए. संभावना से हमें रहना है, इससे उन्नति है. संभावना से रहकर हम प्यार पा सकते हैं. दूसरों की अच्छाई सोचकर, नहीं तो दूसरों की उन्नति सोचकर हम अच्छे मानव बन सकते हैं. जी हाँ दोस्तों, आप सब समझ लिया. कबीरदास ज्ञानाश्रय शाखा के प्रमुख कवि हैं. कबीरदास संत काव्य परंपरा के प्रवर्तक, जनसाधारण भाषा प्रयोग, समाज सुधारक, क्रांतिकारी कवि. बड़ी बड़ी पुस्तकें पढ़कर संसार में कितने ही लोग मृत्यु के द्वार पहुंच गए, पर सभी विद्वान न हो सके. कबीर मानते हैं यदि कोई प्रेम या प्यार के केवल 2.5 अक्षर ही अच्छी तरह पढ़ ले, अर्थात प्यार का वास्तविक रूप पहचान ले, तो वही सच्चा ज्ञानी होगा. जो प्रेम का महत्व जानता है वही पंडित है. इस दोहे में कबीर जी ने कहा है कि व्यक्ति को हमेशा प्रशंसा करने वालों से सावधान रहना चाहिए और अपनी निंदा करने वालों को अपने पास ही रखना चाहिए, क्योंकि निंदा सुनकर ही हम अंदर से स्वयं को स्वच्छ करने का विचार कर सकते हैं. निंदक को निकट रखना चाहिए क्योंकि हमारी कमजोरियां जानने की अवसर मिलती है. माली को आते देखकर कलियां कहती हैं कि आज तो उसने भूल चुन लिया, पर कल को हमारी बारी भी आएगी, क्योंकि कल हम भी खिलकर भूल हो जाएंगे. आज आप जवान हैं, कल आप भी बूढ़े हो जाएंगे और एक दिन मिट्टी में मिल जाओगे. आज की कली कल फूल बनेगी. कबीरदास कहते हैं कि साधु सज्जन की जाति मत पूछो, यदि कुछ पूछना ही है तो उनके ज्ञान के बारे में पूछ लो. तलवार को खरीदते समय सिर्फ तलवार का ही मोल भाव करो. उस समय तलवार रखने की कोश को पड़ा रहने दो, उसका मूल्य नहीं किया जाता. जाति के नाम पर मनुष्य का मूल्यांकन करना अज्ञान और अन्याय की निशानी है. कबीरदास जी कहते हैं कि प्रेम कहीं खेतों में नहीं उगता और ना ही प्रेम कहीं बाजार में बिकता है. जिसको प्रेम चाहिए उसे काम, क्रोध, लालच, भय आदि को त्यागना होगा. जिसके मन में अहंकार नहीं है वही प्रेम पा सकता है. इस संसार में आकर कबीर अपने जीवन में बस यही चाहते हैं कि सबका भला हो, और संसार में यदि किसी से दोस्ती नहीं तो दुश्मनी भी न हो. सबकी भलाई चाहकर समभावना से रहने की प्रेरणा देती है. मेरे विचार है कि आप कबीरदास के बारे में, इस दोहे के बारे में अच्छी तरह सब समझ लिया है. ज़रा इसके बारे में अपने अध्यापक से चर्चा कीजिए और दोस्तों से चर्चा कीजिए, और व्याख्याएं अपने तरफ से आप लिख सकते हैं. जी हाँ दोस्तों, अब हम फिर मिलेंगे. आप स्वस्थ रहिए और ठीक रहिए. धन्यवाद.